ഇതാണ് സരസു അമ്മയുടെ കൂര. പൊളിഞ്ഞു വീഴാറായി ഈ ഓലപ്പുരയാണ് കഴിഞ്ഞ 54 വർഷമായി അമ്മയുടെ സങ്കേതം. ഓരോ മഴയിലും മേൽക്കൂര നിലംപൊത്തും. പിന്നെയും അധ്വാനിച്ച് ഇങ്ങനെയാക്കും. വർഷങ്ങൾക്ക് മുമ്പ് കുടികിടപ്പായി ലഭിച്ചതാണ് വീടും 10 സെന്റ് സ്ഥലവും. പട്ടയം ലഭിക്കാൻ രേഖകളുമായി വർഷങ്ങൾ സർക്കാർ ഓഫീസുകളിലും കോടതികളിലും കയറിയിറങ്ങി. സ്ഥലം സന്ദർശിച്ച് കഴിഞ്ഞ വർഷം സർക്കാർ പട്ടയം നൽകി. എന്നാൽ പിന്നീട് റദ്ദാക്കപ്പെട്ടു. 11 കൊല്ലം കൊണ്ട് കേസ് പറഞ്ഞ അനുവദിച്ച ഇതിൽ കേസ് ശരിയല്ല എന്നും പറഞ്ഞ് അവർ പിന്നെ മറു കേസ് കൊണ്ട് കൊടുത്ത് നമ്മളെ ഇവിടെ നിന്ന് ഇളക്കി വിടാമെന്ന് പറഞ്ഞാൽ ആ വീടും കളഞ്ഞിട്ട് പോകണമെന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. റവന്യൂ വകുപ്പ് സരസു അമ്മയ്ക്ക് നൽകിയ പട്ടയമാണ് ഈ കാണുന്നത്. പിന്നീട് റദ്ദ് ചെയ്യപ്പെട്ടു. ഉന്നത സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നാണ് ഇവരുടെ ആരോപണം. ബിജുരാജ് എന്ന് പറഞ്ഞൊരു ഡെപ്യൂട്ടി കളക്ടർ പുതിയതായിട്ട് ആലപ്പുഴ അപ്ലേറ്റ് അതോറിറ്റിയിൽ ചാർജ് എടുത്തു. അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിനെ സ്വാധീനിച്ച് ഏത് രീതിയിലെന്ന് അറിയത്തില്ല. അപ്പീൽ പീരീഡ് കഴിഞ്ഞിട്ട് 125 ദിവസം കഴിഞ്ഞിട്ട് ഡിലേ കൺട്രോൾ ചെയ്തുകൊണ്ട് ഫയൽ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ഇതിനെ സ്റ്റേ ചെയ്തു. സരസുവിന്റെ ഭർത്താവ് രവീന്ദ്രൻ അന്തി ഉറങ്ങുന്നതും ഈ മണ്ണിലാണ്. ലൈഫ് പദ്ധതിക്ക് അർഹതയുണ്ടായിട്ടും പട്ടയം റദ്ദാക്കപ്പെട്ടതോടെ ലൈഫ് പട്ടികയിൽ നിന്നും സരസുവിനെ ഒഴിവാക്കി. പട്ടയം ഹാജരാക്കിയാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നാണ് നഗരൂർ പഞ്ചായത്തിന്റെ വാഗ്ദാനം. പൊളിഞ്ഞു വീഴാറായ ഈ കൂരയ്ക്ക് പകരം സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കണം. ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ ആരെയും പേടിക്കാതെ അന്തി ഉറങ്ങണം. അതുമാത്രമാണ് സരസ്വമ്മയുടെ ആഗ്രഹം. റവന്യൂ മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതിലാണ് ഏക പ്രതീക്ഷ. അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.